إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. നമ്മുടെ നാട് കേരളം, നമ്മൾ സാധാരണ വളരെ അഭിമാനത്തോടു കൂടി പറയാറുള്ളൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെന്ന്. അതൊരു അഭിമാനമായിട്ട് നമ്മൾ പറയുന്നൊരു വാക്കാണ്. ഈ ഒരു പ്രയോഗത്തിന് പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ നാട്ടിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അതിൻ്റെ സന്തുലിതാവസ്ഥ, സൗകര്യങ്ങളൊക്കെ ഒരു ഭാഗമാണ്. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാറുള്ള ഒരു കാര്യമാണ് ഈ നാട്ടിലെ പൗരന്മാരുടെ സമാധാനപരമായ ജീവിതവും സൗഹൃദത്തോടുള്ള താല്പര്യവും പരസ്പരം വിശ്വാസ്യത പുലർത്തിക്കൊണ്ടുള്ള നല്ല ജീവിത രീതികളുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വർണ്ണിക്കാറുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ? നമ്മുടെ നാട്ടിലെ സാമൂഹിക അന്തരീക്ഷം എന്തെല്ലാം വഷളത്തരങ്ങൾ ഒരു നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ടോ, ആ വഷളത്തരങ്ങൾ മുഴുവനും പൊതുജന സമക്ഷം വിളിച്ചു പറയുകയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുകയും പറഞ്ഞതിനൊക്കെ അതേപോലെ തിരിച്ച് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായ വഷളായ ഒരന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ, അതിലംഗങ്ങൾ, മതരംഗത്തുള്ള സംഘടനകൾ, ഒരേ സംഘടനയിലെ തന്നെ പലവിധ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുക, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കലുഷമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. ആളുകൾക്ക്
മീഡിയകൾ ശ്രദ്ധിച്ചാൽ, പത്രങ്ങളായാലും മറ്റ് വിഷ്വൽ മീഡിയകളായാലും സോഷ്യൽ മീഡിയകളായാലും മറ്റു എല്ലാ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും വിവരങ്ങളുമൊക്കെ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. വ്യഭിചാര ആരോപണങ്ങൾ, കള്ളക്കഥകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ, ഇതൊന്നും എവിടെയെങ്കിലുമൊക്കെ സംഭവിക്കുന്നതല്ല. അതങ്ങനെ ചർവണം നടത്തി കൊണ്ടു നടക്കുന്നൊരവസ്ഥ. ഇത് നമ്മളുടെ നാട്ടിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെ വഷളാക്കുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അത് വേറൊരു ഭാഗം. നമ്മൾക്ക് അറിയാതെ തന്നെ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇതിൻ്റെ ഭാഗമാവുകയാണ്. ഈ ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ ഇന്നും ഇന്നലെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലേതെങ്കിലുമൊക്കെ കക്ഷി ചേരും, ചേരാതെയും ചേരും. പല രൂപത്തിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിവിടെ ദീനിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്ക് മതത്തിൻ്റെ ആളുകളാണല്ലോ. ഒരു നാട്ടിൻ്റെ സാമൂഹിക അന്തരീക്ഷം, അത് ഏത് രാജ്യത്തായിരുന്നാലും ആ സാമൂഹിക അന്തരീക്ഷം നല്ല നിലക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറേ പൊതുവായ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതൊരാൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല. ആ സമൂഹത്തിലെ അംഗങ്ങൾ, ആ നാട്ടിലെ പൗരന്മാർ, അത് നേതാക്കന്മാരായിരുന്നാലും അനുയായികളായിരുന്നാലും ആ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായ മാന്യമായ സംസ്കാരവും മര്യാദകളും ഒക്കെ പാലിച്ചെങ്കിൽ തന്നെ വളരെ മാന്യമായിട്ടൊരു നാട്ടിൽ ജീവിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മളൊക്കെ മതത്തിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, പരസ്പരമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആർക്കും പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥ, ആരെപ്പറ്റിയും ഒരു മതിപ്പുമില്ലാത്തൊരവസ്ഥ, എല്ലാവരും കണക്കാണെന്ന് തോന്നുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേതൃനിരയിലുള്ളവരും കീഴോട്ടുള്ളവരും ഒക്കെ ഉന്നയിച്ച് ആരോപിച്ച് ആകെ വഷളാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരസ്പരമുള്ള വിശ്വാസ്യതയും മാന്യതയും ബഹുമാനവും ഒക്കെ നിലനിർത്താവുന്ന രീതിയിൽ സംസ്കാരം സ്ഥാപിച്ചെടുക്കുക തന്നെ വേണം. ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഈ അമാനത്ത് സൂക്ഷിക്കുക എന്നുള്ളത്. വിശ്വാസ്യത സൂക്ഷിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു ഗ്രാമീണനായ അറബി എന്നാണ് പറയുക, ഗ്രാമീണനായ ഒരു ബദു, അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, റസൂലേ മതസായ, ഒരു സാധാരണ ചോദ്യം, മതസായ, എന്നാ നബി അന്ത്യനാള് സംഭവിക്കുന്നത്? എന്നാണ് അന്ത്യനാള് സംഭവിക്കുന്നത്? അപ്പൊ റസൂല് പറഞ്ഞു, ഇദാ ളുയ്യഅത്തിൽ അമാനത്തു ഫന്തളിരി സാഅ, ഈ അമാനത്ത് എപ്പോഴാണോ പാഴായി പോകുന്നത്, അമാനത്ത് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത്, ഇല്ലാതാകുന്നത്, നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂൽ പറഞ്ഞു. ആദ്യത്തെ ഉത്തരവാദിത്വം. അടുത്ത ചോദ്യം, മതാ ഇളാഅത്തുഹ, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാണ് ഈ പാഴായി അമാനത്ത് ഇല്ലാതാകുന്നത് എപ്പോഴാ? റസൂൽ പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇദാ വുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരി സാഅ, ഓരോ കാര്യങ്ങളും അത് അർഹിക്കാത്ത ആളുകളുടെ കൈകളിൽ എത്തിച്ചേർന്നാൽ നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്നാണ്. ഏതൊരു കാര്യവും അത് കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്ത, ധാർമ്മികമായിട്ടിന് അവകാശമില്ലാത്ത, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുകളുടെ കൈകളിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ നീ അന്ത്യനാള് പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. മതത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കണം. അത് ഒന്ന്, അമാനത്താണ് റസൂൽ പറഞ്ഞ ആദ്യത്തെ ഭാഗം. അമാനത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ത്യനാളുടെ ലക്ഷണമായി എന്നാണ്. എന്താ ഈ അമാനത്ത്? നമ്മൾ സാധാരണ അമാനത്ത് പറയാറുള്ളത് അനാമത്ത് എന്ന് മലയാളത്തിൽ പറയും. നമ്മൾ അമാനത്ത് അനാമത്ത് എന്നാ പറയാം. അത് അതിൻ്റെ ഒരു ഏരിയ, ഒരു ഭാഗമാണ്. ആ അമാനത്ത് തന്നെ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുക, അതൊരു അമാനത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗമാണ്. അമാനത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല, അത് അതിൻ്റെ ഒരു പ്രവൃത്തി മാത്രമാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ
ജീവിത മേഖലയിലാകെ അത് വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക മേഖലകളിലൊക്കെയും ഔദ്യോഗിക തലങ്ങളിലൊക്കെയും അയാൾ സൂക്ഷിക്കേണ്ട വിശ്വാസ്യത എന്നാണ് അതിനർത്ഥം. അയാൾ വെച്ചു പുലർത്തേണ്ട വിശ്വാസ്യത, ആ വിശ്വാസ്യത ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴേ ലോകം നിലനിൽക്കാൻ അർഹത ഉണ്ടാവുന്നുള്ളൂ. അതങ്ങോട്ട് ചോർന്നു പോയാൽ ആ നാട് നിലനിൽക്കാൻ അർഹതയില്ലാതായി മാറും. കാരണം അവർക്ക് അമാനത്തില്ലാത്തൊരു മനുഷ്യ സമൂഹത്തിന് എങ്ങനെ നിലനിന്നു പോകാൻ കഴിയാം? വ്യക്തി ജീവിതത്തിൽ ഒരു വിശ്വാസ്യതയും നന്മയും അയാൾ പുലർത്തുന്നില്ല. അയാളുടെ കുടുംബ ജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നൊക്കെ പറയുന്ന കുടുംബത്തിന്റെ അകത്തുള്ള വൃത്തത്തിൽപ്പെട്ട ആളുകളാണ്. അവർ തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം എന്താണ്? ഒരു അമാനത്താണ്. ആ അമാനത്ത് അങ്ങോട്ട് ചോർന്നു പോയാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അർത്ഥമില്ല. ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് അർത്ഥമില്ല. ഒരർത്ഥവും അതിനൊന്നും ഇല്ലാതെ അത് വെറും ജീവിതമായിട്ട് ഇങ്ങനെ എവിടെയും തൊടാത്ത യാന്ത്രിക ജീവിതമായി മാറും. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരസ്പരമുള്ള അമാനത്തുള്ളത് കൊണ്ടാണ്. ആ അമാനത്ത് ചോർന്നു പോയാൽ ആ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അതാ റസൂല് പറഞ്ഞത്, അമാനത്ത് നഷ്ടപ്പെടുമ്പോൾ അന്ത്യനാൾ സംഭവിക്കുമെന്നാണ്. നമ്മുടെ രാജ്യത്തെ ഈ മതസംഘടനകളുടെയും മതേതര സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന കാര്യം നോക്കൂ നിങ്ങൾ. ഒരമാനത്തുമില്ല, ഒപ്പം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു. എന്നിട്ട് പരസ്പരം ചെളി വാരി എറിഞ്ഞ് ആ ചെളി സമൂഹഗാത്രത്തിലെ എല്ലാ ആളുകളുടെയും ദേഹത്ത് പതിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ഒക്കെ ഭാഗമായി നാട് ഇങ്ങനെയാണ് എന്നൊരവസ്ഥ പോവും. നമ്മൾ ഈ ധാർമ്മികത തിരിച്ചു പിടിക്കണം. ഈ അമാനത്ത് നമ്മൾ തിരിച്ചു പിടിക്കണം. മതത്തിന്റെ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. അതാണ് മതം. അത് നിലനിർത്താൻ കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നോക്കുക, ഇന്നമാ റസൂൽ പറയാണ്, ആളുകൾ ചേർന്നിരിക്കുന്നത് അമാനത്തി ഒരു പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സംഘടന, ഒരു കമ്മിറ്റി, ഒരു ഭരണ നേതൃത്വം ഒക്കെ അവരിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് പരസ്പരമുള്ള ഒരു വിശ്വാസ്യതയുടെ പേരിലാണ്. എന്ന് റസൂൽ പറയാൻ. അതിൽ ഒരാൾക്ക് തന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് ആ കൂടിയിരുന്ന് തീരുമാനിച്ച കാര്യത്തിന്റെ സ്വകാര്യത മറ്റൊരാൾ പറയരുത്. ആ ഇരുത്തത്തിന്റെ സ്വകാര്യത പറയാൻ പാടില്ല. അത് വിശ്വാസ്യതയ്ക്ക് എതിരാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന നോക്കി നിങ്ങൾ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നു. എല്ലാ വൃത്തികേടുകളും ഒരു അതിരുമില്ലാതെ വിളിച്ചു പറയുന്നു, സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അമാനത്ത് ചോർന്നു പോകുന്ന ഒരു സമൂഹം. റസൂല് പറഞ്ഞു, ഏറ്റവും വലിയ കളവ് പല രീതിയിലുണ്ടാവും. കുടുങ്ങിയിട്ട് കളവ് പറയുന്നവരുണ്ടാവും, ആവശ്യത്തിനൊക്കെ കളവ് പറയുന്നവരുണ്ടാവും. ഏറ്റവും കടുത്ത കളവ് എന്ന് പറഞ്ഞ റസൂല് പറഞ്ഞ എന്താ അറിയോ? നിന്നെ വിശ്വസിക്കുന്ന ഒരാളെ കളവ് പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതാണ്. അയാൾ എന്നോട് കളവ് പറയില്ല, അവൻ എന്നെ പറ്റിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ, നല്ല സുഖമാണ് കളവ്, എന്നെ അയാൾ വിശ്വസിക്കില്ല എന്ന് അയാളെ തന്നെ കളവ് പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിക്കുന്നോ? അക്ദബുൽ കദിബ്, ഏറ്റവും കടുത്ത കളവാണത്. തന്നോട് അയാൾ കളവ് പറയില്ല, എന്നോട് നേരെ നിൽക്കുക, നല്ല നിലയ്ക്ക് അയാൾ വർത്തിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് കളവ് പറഞ്ഞ് അയാളെ പറ്റിക്കുക, അത് ഏറ്റവും കടുത്ത കളവാണ്. അതൊക്കെ സാധാരണ സംഗതി പോലെ ആളുകൾക്ക് ഒരു വിഷയമില്ലാത്ത രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചും കളവുകൾ പറഞ്ഞും ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞും ഒക്കെ വിശദീകരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഒരു നാട്ടിൽ വന്നാൽ എന്തുമാത്രം അപകടമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂൽ പറഞ്ഞ ഈ വാക്കുകൾക്കൊക്കെ അതിൻ്റെ എല്ലാ അർത്ഥവും നമ്മുടെ നാട്ടിൽ പുലർന്നു വരും. രണ്ടാമത് പറഞ്ഞ ഭാഗം, ഇതാ വുസ്സിദൽ അമ്രു, എപ്പോഴാണ് ഈ അമാനത്ത് ചോർന്നു പോകുന്നത് ചോദിച്ചോ പറഞ്ഞു, ഇതാ വുസ്സിദൽ അമ്രു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരി സഅ. ഇതാ വുസ്സിദൽ അമ്രു ഇലാ ഗൈരി അഹ്ലിഹി, ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്ത, അതിന് യോഗ്യതയില്ലാത്ത ആളുകൾ ആ സ്ഥാനം കൈകാര്യം ചെയ്യുമ്പോൾ അത് അമാനത്ത് ചോർന്നു പോകലാണ് എന്നാണ്. നമുക്ക് ഇതിന് നമ്മൾ ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. നമ്മളുടെയൊക്കെ ജീവിത മേഖലയിൽ പരിശോധിച്ചാൽ കാണും. അർഹതയില്ലാത്ത ആളുകൾ, ധാർമ്മികമായിട്ട് യോഗ്യതയില്ലാത്ത ആളുകൾ, സാംസ്കാരികമായിട്ട് ഇതിനെ അവകാശപ്പെടാൻ കഴിയാത്ത ആളുകൾ
ആ ആളുകൾ ആ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ അമാനത്ത് ചോർന്നു പോകുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നിഷ്ടം പോലെ ചെയ്യാൻ കഴിയും. ആരെയും വലയിൽ കുടുക്കാൻ കഴിയും, കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനും കഴിയും. ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കാമോ, സാമ്പത്തിക തന്ത്രങ്ങൾ ഉപയോഗിക്കും, സ്ത്രീകളെ ഉപയോഗിച്ചുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കും, എല്ലാം ഉപയോഗിച്ച് പയറ്റും. കാരണം എന്താ അറിയോ? ആളുകൾക്ക് ഒരമാനത്തുമില്ല. ഈ അമാനത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം, കൈകാര്യത്തിന് അർഹതയില്ലാത്ത ആളുകൾ ആ സ്ഥാനം കൈയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നേരത്തെ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ വാക്യം നോക്കൂ നിങ്ങൾ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ വകുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മൾ മതത്തിന്റെ ആളുകൾ ശ്രദ്ധിക്കണം. ഇത് നിനക്ക് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ പിന്നാലെ നീ പോകരുത്. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിന്റെ കണ്ണ്, കാത്, കൽബ്, മൂന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാനും പകരാനും ഒക്കെ ഉപയോഗിക്കുന്ന 3 മാർഗങ്ങളാണത്. കണ്ണും കാതും കൽബും ഒക്കെ, ഹൃദയവും ഒക്കെ. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ വൽ അബ്സാറ വൽ ഫുആദ് കാന അൻഹു മസ്ഊല. അതൊക്കെ പരലോകത്ത് ചോദ്യം വരുന്നു. നമ്മുടെ കണ്ണ് ചോദ്യം വരും. ഗുരുതരമാണ് പ്രശ്നം, ഗൗരവമാണ്, നമ്മൾക്കൊക്കെ ബേജാറുള്ള വിഷയമാണ്. കാത് ചോദ്യം വരുന്ന വിഷയമാണ്. മനസ്ഥിതി ചോദ്യം വരും. ഇതൊക്കെ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന വിഷയമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം. നമ്മളുടെ ഭാഗം നമ്മൾക്ക് സ്വർഗത്തിലേക്ക്, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിൽ സുരക്ഷിതമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. തമ്മിൽ തെറ്റി വിളിച്ചു പറയുന്ന ആഭാസങ്ങളിൽ നമ്മൾ കൂടേണ്ടതില്ല. നോക്കൂ, റസൂൽ പറഞ്ഞത് ഈ കപടന്മാരായ ആളുകളെ റസൂൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കപടന്മാരായ ആളുകൾ, കാപട്യം ഏറ്റവും മോശമായ സംസ്കാരമാണത്. ഉള്ളിലൊന്ന് വെക്കുക, പുറത്തുനിന്ന് കാണിക്കുക. അതൊരു വലിയ ഒരു രീതിയായിട്ട് മാറി ഇപ്പോൾ. നിങ്ങൾ നോക്കുക, ആളുകളെ എവിടെയെങ്കിലുമൊക്കെ കാപട്യം കാണിക്കും ജീവിതത്തിൽ. മനുഷ്യനല്ല, അതൊക്കെ സംഭവിക്കും. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ. കാപട്യം ഒരു ജീവിത രീതിശാസ്ത്രമായി മാറുകയാണ്. ആളുകളെ അങ്ങനെയൊക്കെ പറ്റിക്കാം, അങ്ങനെ കാപട്യമാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ മാർഗം എന്ന് വിചാരിക്കുമാർ ആളുകളുടെ ഒരു സംസ്കാരമായിട്ട് കാപട്യം മാറുക എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് സംഭവിക്കുന്നതല്ല. അങ്ങനെ ഒരു ജീവിത സംസ്കാരം രൂപപ്പെട്ടു വരിക. കാപട്യത്തിന്റെ ഉള്ളിലൊന്ന്, പുറത്തുനിന്ന്. അതെന്തോ ഒരു ജീവിത രീതിയും സംസ്കാരവും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ നോക്കുക. ആ ആളുകളെ പറ്റി റസൂൽ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും കാര്യങ്ങൾ തമ്മിൽ തെറ്റിയാൽ വൃത്തികേട് വിളിച്ചു പറയും. ഒന്നിച്ചിരുന്നു, ഒന്നിച്ച് സഹവസിച്ചു, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കാര്യം ചെയ്തു. പക്ഷെ ഉടക്കിയാൽ വിളിച്ചു പറയുമെല്ലാം. ഒന്നിച്ച് ചെയ്തത് വിളിച്ചു പറഞ്ഞ് സമൂഹത്തിൽ പ്രചരിപ്പിക്കും. തമ്മിൽ തെറ്റിയാൽ വിളിച്ചു പറയും വൃത്തികേട് എന്നർത്ഥം. ഇതൊക്കെ ഇതൊന്നും ഇസ്ലാമിന് സ്വീകാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ പരലോകം രക്ഷപ്പെടാൻ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യം ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു ഫാസിഖായ ഒരാൾ, ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കിലേക്ക് എന്തെങ്കിലും ഒരു വാർത്ത ഇട്ട് തന്നാൽ, വാർത്തയുമായിട്ട് വന്നാൽ, അതാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പലതരത്തിലുള്ള ആരോപണ വാർത്തകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും. നമ്മൾക്കത് ചേച്ചിട്ട് അന്വേഷിക്കാനൊന്നും കഴിയില്ല. ഫതബയ്യനു, നിങ്ങളത് പരിശോധിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, ഒരു ജനവിഭാഗം ഒന്നാകെ ഒരു അബദ്ധത്തിൽ, ജഹാലത്തിൽ പോയി ചാടാതിരിക്കാൻ നിങ്ങളത് ശ്രദ്ധിക്കണം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, സംഭവത്തിന്റെ അനന്തരഫലം നിങ്ങൾക്ക് അതിന്റെ പേരിൽ ദുഃഖം അനുഭവപ്പെടുന്നു. ശ്രദ്ധിക്കാതെ ചെന്ന് ചാടിയാൽ നിങ്ങൾ അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖം അനുഭവിക്കാതെ പോവാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഈ കാര്യം
നമ്മോട് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ ചെളി പുരലാതിരിക്കാൻ പരമാവധി നോക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ഒരു ഭാഗമാണ്. നമ്മളുടെ ഭാഗം അതാണ്. ചെളി പുരരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോപണ പ്രത്യാരോപണങ്ങൾ പലതും നാട്ടിൽ നടക്കുന്നുണ്ട്. ആളുകൾക്ക് അതിന്റെ ശരിതെറ്റുകൾ വിശകലനം തീരുമാനിക്കാൻ ചിലപ്പോൾ കഴിയില്ല. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ പരലോകം രക്ഷപ്പെടണ്ടേ, നമ്മുടെ ജീവിതം രക്ഷപ്പെടണ്ടേ? ആ രക്ഷപ്പെടാൻ നമ്മൾ എപ്പോഴും നമ്മളുടെ പരലോകം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കണ്ണും കാതും കൽബും ഒക്കെ ഇസ്ലാമികമായി നിയന്ത്രിച്ചു കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ ലന്നി ഫഇന്ന ബഅദൽ ലന്നി ഇസ്മുൻ. ഖുർആൻ പറയും, നോക്ക് നിങ്ങൾ വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ ലന്നി, അധിക ഊഹങ്ങളും നിങ്ങൾ കൈയൊഴിക്കുക. അധിക ഊഹങ്ങളും നിങ്ങൾ കൈയൊഴിക്കുക. ഊഹങ്ങൾ കൈയൊഴിക്കണം അധികം. ഇന്ന ബഅദൽ ലന്നി ഇസ്മുൻ. ചില ഊഹങ്ങളൊക്കെ കടുത്ത പാപമായിരിക്കും. ചില ഊഹങ്ങളൊക്കെ കടുത്ത പാപമായിരിക്കും നിങ്ങൾ നടത്തുന്നത്. അയാളത് ബാധിക്കണമെന്നില്ല, എന്നാൽ നിങ്ങളുടെ ഊഹം നിങ്ങൾക്കൊരു പാപമായി മാറും. വലാ തജസ്സസൂ, നിങ്ങൾ ചാരപ്രവർത്തനം നടത്തരുത്. ആളുകളുടെ സ്വകാര്യതകൾ അന്വേഷിച്ച് പോവരുത്. ആളുകളുടെ സ്വകാര്യതകൾ അന്വേഷിച്ച് പോവരുത് നിങ്ങൾ. അത് നിങ്ങളുടെ ജോലിയല്ല. അത് അള്ളാഹും അവരുമായിട്ട് നിൽക്കട്ടെ. വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ദ, പരസ്പരം ദുഷിച്ചു പറയാതിരിക്കുക. പരസ്പരം ദുഷിച്ചു പറയാതിരിക്കുക. അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത. ഖുർആന്റെ ചോദ്യം എന്താ? നിങ്ങൾ ഇങ്ങനെ ദുഷിച്ചു പറയുന്നുണ്ടല്ലോ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, പരമാവധി സ്വകാര്യങ്ങൾ ചോർത്തെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല രീതിയിലും വരുന്നുണ്ടല്ലോ. ഖുർആൻ ചോദിക്കുന്ന അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം കൊത്തി വലിച്ച് തിന്നാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോന്ന? അതാ നിങ്ങൾ ചെയ്യുന്ന പണി. നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ, മയ്യത്തായി കിടക്കുമ്പോൾ ആ മാംസം വലിച്ചു കടിച്ച് തിന്നാൻ നിങ്ങൾക്ക് കഴിയോ? എന്നാൽ നിങ്ങൾ ആ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് ഖുർആൻ ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ദുനിയാവ് വളരെ കുറഞ്ഞൊരു കാലമേ ഉള്ളൂ. മരണത്തിനപ്പുറമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലേക്ക് ഇതൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. അലി അള്ളാഹു പറഞ്ഞതുപോലെ ഈ ദുനിയാവ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ദുനിയാവ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നോട്ട് പോകുന്നത് പോലെ ദുനിയാവ് ഇങ്ങനെ പിന്നോട്ട് പോവാണ്. നമ്മൾ മുന്നോട്ടാ പോകുന്നത്. നമ്മൾ ചെല്ലുന്നത് പരലോകത്തേക്കാണ്. ദുനിയാവിലെ ജീവിതം അമൽ പ്രവർത്തനത്തിന്റെ ലോകമാണ്, വിചാരണയുടെ ലോകമല്ല. മരണത്തിനപ്പുറമുള്ള ലോകം വിചാരണയുടെ ലോകമാണ്, പ്രവർത്തനത്തിന്റെ ലോകമല്ല. ആ വിചാരണയുടെ ലോകത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം വിചാരണയ്ക്ക് വിധേയമാകും. നമ്മളുടെ പരലോകം രക്ഷപ്പെടാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ പുലർത്തി ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 5 ദിവസം മുമ്പ് വളരെ ക്ഷീണിതനാണ് അദ്ദേഹം. 2 ആഴ്ചയോളം, ആ മരിക്കുന്നതിൻ്റെ 2 ആഴ്ചയോളം അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. മരുന്ന് കുടിച്ചും ചികിത്സിച്ചുമൊക്കെ കഴിയുകയാണ്. ആ മരിക്കുന്നതിൻ്റെ 5 ദിവസം മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിങ്ങനെ വേച്ച് സഹാബികളുടെ ചുമലിൽ കൈ വെച്ച് മിമ്പറിൽ മേൽ കയറിയിരുന്നു. മിമ്പറിൻ്റെ പടിയിൽ കയറിയിരുന്നാണ് റസൂൽ സംസാരിക്കുന്നത്. അപ്പോൾ റസൂൽ വന്നപ്പോൾ ആളുകൾ കൂടി. കാരണം റസൂൽ 2 ആഴ്ചയോളം അങ്ങനെ കിടന്നിട്ട് 10 ദിവസം അങ്ങനെ കിടന്നു പോകും. പള്ളി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. റസൂൽ ഇങ്ങനെ വിരി നിവർത്തി പള്ളിൻ്റെ ചാരുവിലാണ് നബി താമസിക്കുന്നത്, നോക്കി കാണുമെന്നല്ല റസൂലിന് വരാൻ കഴിയില്ലായിരുന്നു. അവസാനം റസൂൽ വന്ന് മിമ്പറും ഇങ്ങനെ ഇരുന്നിട്ട് ആ സഹാബികളോട് സംസാരിച്ച കാര്യങ്ങൾ റസൂൽ പറഞ്ഞ് അലാ
ഫമൻ കുൻതു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫലസ്തഖിത്. റസൂൽ അവസാനം പറയുന്ന വാക്കുകൾ അത്. ജനങ്ങളെ, സഹോദരന്മാരെ, ഞാൻ ആരുടെയെങ്കിലും മുതുകിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ മുതുകിൽ നിങ്ങൾക്ക് അടിക്കാം. ഫലസ്തഖിത് മിന്നി, അവൻ എന്നിൽ നിന്ന് എന്നോട് അവൻ ആ പകരം വീട്ടട്ടെ. രണ്ടാമത്തത്, ഞാൻ ആരുടെയെങ്കിലും അഖത്തുലഹു മാലൻ ഫഹാദാ മാലി ഫല്യഖുദ് മിൻഹു, ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത്, ധനം അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമ്പത്ത് ഇതാ നിങ്ങൾക്ക് വാങ്ങാം, എന്നെ രക്ഷപ്പെടുത്തി തരണം എന്നാണ്. ഏറ്റവും അവസാനം റസൂലുള്ളാഹിന്റെ വാക്കുകളാണിത്. ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുതുകിൽ വന്ന് അടിക്കണം. ആരുടെങ്കിലും സമ്പത്ത് അനർഹമായി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമ്പത്ത് നിങ്ങളത് എന്നോട് വന്ന് വാങ്ങണം. ഫമൻ കുൻതു ശതംതു ലഹു ഇർളൻ ഫഹാദാ ഇർളി ഫലസ്തഖിത്, ഞാൻ ആരുടെയെങ്കിലും അഭിമാനം ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനം ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിമാനം ഇതാ നിങ്ങൾക്കും അതേപോലെ അത് പിച്ച് ചീന്താവുന്നതാണ്, ധ്വംസിക്കാവുന്നതാണ്. ഞാൻ ആരുടെയെങ്കിലും അഭിമാനം ധ്വംസിച്ചിട്ട് നിങ്ങൾ എന്നോട് അതിന് പകരം ചോദിക്കണം. ഫലാ യഖൂലന്ന ഖായിലുൻ ഇന്നി അഖാഫു ശഹനാ മിൻ ഖിബലി റസൂലില്ലാ. ഞാനിത് പറയുമ്പോൾ റസൂൽ പറയുന്ന വാക്കതാണ്, ഒരിക്കലും മുഹമ്മദ് പകരം വീട്ടുമെന്ന് നിങ്ങൾ ചോദിക്കേണ്ട, ഭയപ്പെടേണ്ട. ആരോടും എനിക്കൊരു പകയുമില്ല, ഒരു പകയുമില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളോട് ആരോടും ഒരു പകയുമില്ല. ആരാണ് റസൂലിന്റെ മുമ്പിൽ നിൽക്കുന്നത്? സഹാബികളാണ്. അപ്പോൾ പക്ഷെ റസൂലുമായിട്ട് ഒരുപാട് ഏറ്റുമുട്ടിയ ആളുകളാണ് അവരൊക്കെ. ഒരു ഡസനോളം വധശ്രമങ്ങൾ നടത്തിയ ആളുകളുണ്ട് അവിടെ, ആ സമൂഹമുണ്ട് അവിടെ. റസൂൽ ആരോടും എനിക്കൊരു പകയുമില്ല, എന്നോട് നിങ്ങൾക്ക് പകരം ചോദിക്കാം. അലാ വഇന്ന ഷഹ്ന ലൈസ മിൻ ഷൈനി വലാ മിൻ ഖുൽഖി. ഈ പക വെക്കുക എന്നത് എൻ്റെ സംസ്കാരമോ സ്വഭാവമോ അല്ല. ആരോടും ഒരു പകയില്ലാതെയാണ് ജീവിക്കുന്നത്. ഇന്ന അഹബ്ബക്കും ഇലയ്യ മൻ അഖദ ഹല്ലൻ ഇൻ കാന അലയ്യ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്, ഞാൻ വല്ലതും തരാനുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചു വാങ്ങുന്നവരെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങുന്ന ആരാണോ അവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതല്ലാതെ അത് വാങ്ങാതിരിക്കുന്നവനെ അല്ല എനിക്കിഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടുതരണം. എന്നെ ഒരു കടപ്പാടും ബാധ്യതയും ഒന്നും ബാക്കി വെക്കാത്തവനായിട്ട് എന്നെ വിട്ടുതരണം. വലൈസ ലി അഹദിൻ ഇൻദി മദ്ലമത്തുൻ, അനർഹമായിട്ട് കൈപ്പറ്റി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന റസൂൽ പറയുന്നത്. നമുക്കൊരു നേതാവാണത്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നബിനെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഒരു കാലം. എന്താ റസൂൽ പറയുന്ന അവസാനം വെച്ച്? ഇതൊക്കെയാണ് റസൂൽ പറയാനുള്ളത്. മരിച്ചു പോകുമ്പോൾ പരിശുദ്ധനായിട്ട് തിരിച്ചു പോകണം, ആരോടും ഒരു ഇടപാട് വീട്ടാനില്ലാതെ, ആരോടും കണക്ക് പറഞ്ഞ് തീർക്കാൻ ബാക്കി വെക്കാതെ, ഒരു സാമ്പത്തിക ഇടപാടും ബാക്കി നിൽക്കാതെ ഇങ്ങനെ പറഞ്ഞു പോകാൻ എത്ര ആളുകൾക്ക് കഴിയും? നമ്മളുടെ പള്ളിയിൽ, നമ്മളുടെ മഹലിൽ, നമ്മൾ ജീവിക്കുന്ന ഏരിയയിൽ, നമ്മളെ അറിയുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ നമുക്ക് കഴിയോ? ഇതാ എൻ്റെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, ചോദിക്കാനുള്ളത് ചോദിക്കണം. മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവന്നിട്ട് വേറുള്ളവരുടെ വിലാപമല്ല ഈ പറയുന്നത്. മക്കളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അതല്ല ഈ പറയുന്നത്. അതൊക്കെ ഒരു ഔപചാരിക ചടങ്ങാണിപ്പോൾ. അതല്ല ഈ പറയുന്നത്. ഒരാൾക്ക് സ്വന്തം പറയാൻ കഴിയോ എൻ്റെ ഇടപാട് ഇതാ വീട്ടിൽ വീട്ടണം, എന്നോട് പക വീട്ടാനുള്ളവർക്ക് വീട്ടണം എന്ന് പറയാൻ കഴിയോ? അതാണ് നേതാവ്, അതാണ് വിശുദ്ധമായ ജീവിതം. അങ്ങനെ ആകാൻ നമ്മൾക്ക് ആയിക്കൊള്ളണമെന്നില്ല, എന്നാൽ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മളുമൊക്കെ അങ്ങനെയാണ് ആകേണ്ടത്. അത്ര വിശുദ്ധനായിട്ട് തിരിച്ചു പോകാൻ കഴിയുമോ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും എവിടെ വെച്ചും എപ്പോഴും ഒക്കെ മരിക്കാം. ആ മരണം ഒരു നല്ല നിലക്കായി കിട്ടിയാൽ നമ്മളുടെ ജീവിതം സഫലമായി, ഇല്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. നമ്മളെ ആളുകൾ വിദേശത്തും സ്വദേശത്തും അങ്ങനെ മരിച്ചു പോകുന്നു. അവരൊക്കെ ജീവിതത്തിൻ്റെ വലിയ അർത്ഥങ്ങളൊക്കെ കണ്ട് ജീവിച്ച ആളുകളാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നു പോകുന്ന
നിർബന്ധിതരായി പെട്ടുപോകുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവേ, ആ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്ത് പരിശുദ്ധമായൊരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ